നമസ്കാരം. പ്രധാന വാർത്തകൾ. വേണുവിന്റെ മരണം അന്വേഷണ റിപ്പോർട്ട് നാളെ സമർപ്പിക്കും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ കിട്ടാതെ ഹൃദ്രോഗി മരിച്ചതിൽ അന്വേഷണ റിപ്പോർട്ട് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ നാളെ സമർപ്പിക്കും. ചികിത്സാ പിഴവില്ലെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് മെഡിക്കൽ കോളേജ് അധികൃതർ. DMEയുടെ റിപ്പോർട്ടിന് ശേഷമായിരിക്കും ആരോഗ്യവകുപ്പ് തുടർ നടപടികളിലേക്ക് കടക്കുക. ആരോഗ്യമന്ത്രി നിർദ്ദേശിച്ച പ്രകാരമാണ് അന്വേഷണം. മരിച്ച വേണുവിന്റെ കൂടുതൽ ശബ്ദ സന്ദേശം ഇന്നലെ പുറത്തു വന്നിരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെതിരെ ഗുരുതരമായ പരാതിയാണ് സുഹൃത്തിനയച്ച ശബ്ദ സന്ദേശത്തിൽ വേണു ഉന്നയിക്കുന്നത്. എക്സൈസ് പരിശോധനയ്ക്കിടെ യുവാവിന്റെ സാഹസം. മെത്താഫെറ്റമിൻ വിഴുങ്ങിയ യുവാവിനെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. രഹസ്യ വിവരത്തെ തുടർന്ന് എക്സൈസ് സംഘം വീട്ടിലെത്തിയപ്പോഴേക്കും മെത്താഫെറ്റമിൻ വിഴുങ്ങി യുവാവ്. തുടർന്ന് ഇയാളെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് പ്രാഥമിക ചികിത്സ നൽകി. ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തലയാട്, കാലാട്, വാളക്കണ്ടിയിൽ റഫ്സിനെയാണ് എക്സൈസ് പിടികൂടിയത്. ഇയാളുടെ കയ്യിൽ നിന്നും 0.544 ഗ്രാം മെത്താഫെറ്റമിൻ പിടികൂടി. 0.20 മെത്താഫെറ്റമിൻ ഇയാൾ വിഴുങ്ങിയതായാണ് പ്രാഥമിക നിഗമനം. മെഡിക്കൽ കോളേജിൽ വൈദ്യപരിശോധന നടക്കുകയാണ്. യുവതിയുടെ ആത്മഹത്യയിൽ ഭർത്തൃവീട്ടുകാർക്കെതിരെ പരാതിയുമായി കുടുംബം. കൊല്ലം സ്വദേശിനിയായ യുവതി ആലപ്പുഴയിലെ ഭർത്തൃവീട്ടിൽ വെച്ച് ആത്മഹത്യ ചെയ്തതിൽ പരാതിയുമായി കുടുംബം. ശൂരനാട് സ്വദേശി രേഷ്മയെ കഴിഞ്ഞ ദിവസമാണ് പുന്നപ്രയിലെ ഭർത്തൃവീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭർത്താവ് അജിത്തും വീട്ടുകാരുമാണ് രേഷ്മയുടെ മരണത്തിന് കാരണക്കാരെന്നാണ് ആരോപണം. യുവതി എഴുതിവെച്ച കുറിപ്പും ഫോൺ സംഭാഷണവും ഉൾപ്പെടെയുള്ള തെളിവുകൾ നിരത്തിയാണ് കുടുംബത്തിന്റെ പരാതി. സന്തോഷത്തോടെ ജീവിക്കാൻ അവർ സമ്മതിക്കത്തില്ലെന്ന് രേഷ്മ അച്ഛനോട് പറയുന്നതിന്റെ ഓഡിയോ സന്ദേശങ്ങളും കുടുംബം പുറത്തുവിട്ടു. അജിത്തില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നറിയാം. എന്നാൽ എന്നെ വേണ്ടാത്ത ഒരാളോട് കെഞ്ചി പിറകോട്ട് പോയി യാചിച്ച് സ്നേഹം ചോദിച്ചു വാങ്ങുന്നതെന്നും രേഷ്മ പറയുന്നുണ്ട്. 2018 ഏപ്രിൽ 15-നാണ് പുന്നപ്ര സ്വദേശി അജിത്തുമായി രേഷ്മയുടെ വിവാഹം നടന്നത്. വെള്ളിയാഴ്ചയാണ് രേഷ്മയെ ഭർത്താവിന്റെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 4 ജില്ലകളിൽ യെല്ലോ അലർട്ട്. തെക്കൻ കേരളത്തിൽ ഇന്നും നാളെയും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കാണ് സാധ്യത. മലയോര മേഖലകളിൽ മഴ ശക്തമാകാൻ സാധ്യതയുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. കേരള സർവകലാശാലയിലെ ജാതി അധിക്ഷേപം. പരാതിയിൽ കേസെടുക്കാൻ പോലീസ്. കേരള സർവകലാശാല സംസ്കൃത വിഭാഗം ഡീൻ ജാതി അധിക്ഷേപം നടത്തിയെന്ന പരാതിയിൽ കേസെടുക്കാനുള്ള സാധ്യത തേടി പോലീസ്. ഗവേഷക വിദ്യാർത്ഥിയായിരുന്ന വിപിൻ വിജയൻ ശ്രീകാര്യം പോലീസിൽ ഇന്നലെ മൊഴി നൽകിയിരുന്നു. മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കാനാകുമോ എന്ന് പോലീസ് നിയമോപദേശം തേടും. കഴിഞ്ഞ ദിവസം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവും അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു. അടിയന്തരമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ ഉന്നത വിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് മന്ത്രിയോട് നിർദ്ദേശിച്ചത്.